ശിവ ക്ലാസ്സിലേക്ക് കയറിയതും എല്ലാവരും എന്തോ അത്ഭുത ജീവിയെ പോലെ അവനെ നോക്കി. അതൊന്നും മൈൻഡ് ചെയ്യാതെ അബിയുടെ അടുത്ത് വന്നിരുന്നവൻ അബിക്കും അവനെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. എങ്ങനെ നടന്ന ചെക്കനാണ് ഇപ്പോൾ പരസ്യമായി ഒരു കൊച്ചിനെ ഉമ്മയും വെച്ച് വന്നിരിക്കുന്നത്. ശിവ ഒരു കൊച്ചു കോളേജ് ഹീറോ ആയതുകൊണ്ടും തുമ്പി പിന്നെ CMന്റെ കൊച്ചുമകളും ഇല്ലിക്കൽ തറവാടിന്റെ അവകാശിയുമായതുകൊണ്ടും കിസ് ചെയ്ത് ബുള്ളറ്റിൽ വന്നതുമൊക്കെ പെട്ടെന്ന് ഫ്ലാഷ് ആയിരുന്നു. അവർ തമ്മിൽ റിലേഷനാണെന്ന് ചിലർ, വലിയ വീട്ടിലെ പെണ്ണലെ അപ്പോൾ ടൈം പാസ്സാണെന്ന് മറ്റു ചിലർ. രണ്ടുപേരുടെയും പേരിൽ അത്യാവശ്യം ഗോസിപ്പുകളും പ്രചരിച്ചു. ഫസ്റ്റ് അവറിന്റെ ബെൽ മുഴങ്ങിയതും സാർ ക്ലാസ്സിലേക്ക് വന്നു. അയാളും ആദ്യം നോക്കിയത് ശിവയാണ്. ആയുഷ് സാർ വിളിച്ചതും അലസമായി എഴുന്നേറ്റവൻ. തനിക്ക് വേദലക്ഷ്മി അറിയോ? അയാളുടെ ഗർഭോടെയുള്ള ചോദ്യം. ശിവയ്ക്ക് അതത്ര പിടിച്ചതുമില്ല. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ റെക്കമെൻഡേഷൻ വഴി കയറിയ ആളാണ് ദീപൻ. വേണമെങ്കിൽ കോളേജിൽ നടക്കുന്നതെല്ലാം അറിയാൻ നിയമിച്ച ചാരനെന്ന് പറയാം. കക്ഷി അവിടെ പാർട്ടിക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ ദീപന്റെ മുന്നിൽ സൈലന്റ് ആണ്. അതിന്റെ എല്ലാ അഹംഭാവവും അവനിലുണ്ട്. ഞാൻ ചോദിച്ചത് ആയുഷ് കേട്ടിരുന്നുണ്ടോ? ശിവയുടെ കോഴ്സിലേൽമ കണ്ടതും ഈ തവണ കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണ് ദീപന്റെ ചോദ്യം. സാർ പഠിപ്പിക്കാനല്ലേ വരുന്നത്, സോ അത് ചെയ്തങ്ങ് പോ. എനിക്കാരെ അറിയും അറിയില്ല എന്നൊക്കെ അന്വേഷിക്കാൻ നിൽക്കണ്ട. വല്ലാത്തൊരു ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ്സിന് പുറത്തേക്ക് പോയവനെ എല്ലാവരും മിഴിച്ചു നോക്കി. അല്ലെങ്കിൽ തുമ്പിയെ വിട്ടു വന്ന സങ്കടം. രാവും പകലും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവൾ കുറച്ചു നേരമാണെങ്കിലും മാറി നിന്നതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് അയാളുടെ വക ചോദ്യം ചെയ്യൽ. എൻ്റെ ചെക്കന് ഭ്രാന്ത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ നിങ്ങൾ സെറ്റായോ? ആദ്യമാണ്. തുമ്പി നടന്നതെല്ലാം വിശദമായി തന്നെ മൂന്നിനെയും പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞതും മിഴിച്ചു നോക്കുവാണ് മൂന്നും അവളെ. ഹോ, അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞേ. എടി, അപ്പോൾ നിന്റെ മുത്തച്ഛൻ പ്രശ്നം ഉണ്ടാക്കില്ലേ? നന്ദുവാണ്. അതേ ചോദ്യം ബാക്കി 2 പേർക്കുമുണ്ട്. അതൊന്നും എനിക്കറിയില്ലടി. എനിക്ക് എന്തായാലും എൻ്റെ ദർശനം വേണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതുവരെ കുറുമ്പോടെ ഇരുന്നവളുടെ ശബ്ദത്തിൽ അത്രയും ഗൗരവം നിറഞ്ഞു. അത് 3 പേർക്കും മനസ്സിലാവുക തന്നെ ചെയ്തു. ശിവേനെ നിനക്കിഷ്ടമാണ് തുമ്പി. എൻ്റെ പ്രാണനാണ്. എനിക്കറിയില്ല ആദ്യം എന്തുകൊണ്ടാ ഇങ്ങനെയെന്ന്. ചതിക്കാൻ വന്ന ആളെ ആരെങ്കിലും ഇത്രയും പ്രണയിച്ചു പോകുമോന്ന്. പക്ഷേ 2 ദിവസം കൊണ്ട് എൻ്റെ ലോകം തന്നെ അവനിലേക്ക് ചുരുങ്ങിയത് പോലെ. അവന് മുന്നിൽ എൻ്റെ ഏട്ടന്മാരെ പോലും ഞാൻ മേ ബി പ്രണയമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അതിനെല്ലാം അപ്പുറം ഹീസ് മൈ ഹസ്ബൻഡ്. പറയുമ്പോൾ തുമ്പിയുടെ കണ്ണ് നിറയുന്നത് അവർ അത്ഭുതത്തോടെ കണ്ടു. എനിക്ക് അറിയടാ ഏട്ടന്മാർ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്. പക്ഷേ അവനവൻ്റെ തെറ്റ് എനിക്ക് മുന്നിൽ ഏറ്റു പറഞ്ഞതാണ്. വേദനയോടെ ആണെങ്കിലും എന്നിൽ നിന്നും അകന്നു പോകാൻ ആഗ്രഹിച്ചതാണ്. അങ്ങനെയുള്ളവനെ ഞാൻ എങ്ങനെയാ വിട്ടുകളയുന്നേ? പിന്നെ ഭ്രാന്ത് വന്നു പോയ ഒരാളാണെന്ന് പറയുന്നു. അസുഖം ആർക്കും വരില്ലേ? അവനും അങ്ങനെ ഒരു അവസ്ഥ വരാൻ തന്നെ കാരണം മുത്തശ്ശനാണ്. ഞങ്ങളെപ്പോലെ ഞങ്ങളിൽ ഒരാളായി വളരേണ്ടവനല്ലേ? ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് ഇത്രയും വർഷം എന്തൊക്കെ അനുഭവിച്ചു കാണും. എനിക്കൊരു പനി വന്നാൽ പോലും ചുറ്റും എല്ലാവരും ഉണ്ടാകും. പക്ഷെ അവനോ? ആരുണ്ട് കൂടെ? എല്ലാം ഓർക്കുമ്പോൾ ഈ ജന്മം മുഴുവനും അവനെ സ്നേഹിച്ചാലും മതി വരില്ല എനിക്ക്. നിന്നെപ്പോലെ നീയെ ചിന്തിക്ക് തുമ്പി. തുമ്പിയുടെ കണ്ണിലേക്ക് നോക്കി അറിയാതെ പറഞ്ഞു പോയി നന്ദു. അവളൊന്ന് ചിരിച്ചു. നീ ഇങ്ങനെ പറയാനുള്ള റീസൺ എനിക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് അവൻ്റെ നെഗറ്റീവ്സ് ആണ്. പക്ഷേ നമ്മൾ ഒരാളെ പ്രണയിക്കുമ്പോൾ അയാളുടെ നല്ലതിനെ മാത്രമല്ല ചീത്തയും കൂടി ഉൾക്കൊള്ളേണ്ടി വരും. എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ലല്ലോ. ഞാൻ അവനെ അവനായി തന്നെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഈ ചെയ്യുന്നതിൽ റെഗ്രറ്റ് തോന്നില്ല. ആദിയും നന്ദുവും ശിവയും ഒരുപാട് ഇഷ്ടത്തോടെ അവളെ നോക്കി. 18 വയസ്സിലും ജീവിതത്തിൽ തുമ്പി കാണിക്കുന്ന പക്വത അതവരെ സംബന്ധിച്ച് അത്ഭുതം തന്നെയാണ്. എത്ര പേരുണ്ടാകും അവളെപ്പോലെ ഒരാളുടെ നല്ല വശങ്ങൾക്കും ഒപ്പം ചീത്ത വശങ്ങൾ കൂടി അംഗീകരിക്കുന്നവരായിട്ട്. തന്നെ മേഴ്ചി നോക്കുന്ന മൂന്നിനെയും നോക്കി ചിരിച്ചുണ്ട മുഖം തിരിച്ചതും പുറത്ത് വരാന്തിയിൽ തൂണും ചേർന്ന് തന്നെ നോക്കുന്നവനെ കാണി പെണ്ണിൻ്റെ മിഴികൾ ഒന്ന് വിടർന്നു. ഇതെപ്പോൾ വന്നു? അവളുടെ നോട്ടം തന്നിലെത്തിയതും അടുത്തേക്ക് വാ എന്ന് തലയാട്ടിയവൻ. തുമ്പി കൂർപ്പിച്ച് നോക്കി അപ്പം തന്നെ ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ കുറുമ്പൊക്കെ നിന്ന് മുഖമൊക്കെ ചുവന്നിട്ടുണ്ട്. തുമ്പിക്ക് ചിരിയാണ് വന്നത്. ഇങ്ങനൊരു ചെക്കൻ. മിസ് ക്ലാസ്സിലേക്ക് വന്നതും പെണ്ണൊരു ചിരിയുടെ അവനിൽ നിന്ന് മുഖം തിരിച്ചു. അറ്റൻഡൻസ് എല്ലാം എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയതും തുമ്പി വീണ്ടും വരാന്തിയിലേക്ക് നോക്കി. ആള് അവിടെ തന്നെയുണ്ട്. പക്ഷേ ഈ തവണ അവനിൽ പുച്ഛത്തോടെയുള്ള ചിരിയും തുമ്പിയിൽ ദേഷ്യവുമാണ്. കയ്യിൽ ഒരു സിഗരറ്റ് എടുത്ത് പിടിച്ചിട്ടുണ്ട്. തുമ്പിയെ തന്നെ നോക്കി അത് ചുണ്ടിലേക്ക് വച്ചതും വേഗത്തിന് സീറ്റിൽ നിന്നും എഴുന്നേറ്റവൾ. എന്താ വേദ? മിസ്സാണ്. അതേ ചോദ്യത്തോടെ ബാക്കി 3 അവളെ നോക്കുന്നുണ്ട്. മാം, എനിക്കൊന്ന് പ്രിൻസിയെ കാണാമായിരുന്നു. വല്യപ്പതെന്നാ ഈ ഫോം ഒന്ന് ഏൽപ്പിക്കാൻ.
കയ്യിൽ കിട്ടിയ ഒരു A4 ഷീറ്റ് എടുത്ത് മടക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞതും മിസ് അത് വിശ്വസിച്ച് ഒരു ചിരിയോടെ അവളോട് പോയിട്ട് വരാൻ പറഞ്ഞു. കോളേജ് ഓണറായതിൻ്റെ ഓരോ ഗുണം. മിസ്സിൻ്റെ സമ്മതം കിട്ടിയതേ പുറത്തേക്ക് പാഞ്ഞു പോയവളെ എല്ലാവരും വീഴ്ച നോക്കി. ക്ലാസ്സിൽ നിന്നും ധൃതിയിൽ പുറത്തേക്കിറങ്ങിയതും കണ്ടു കള്ളച്ചിരിയോടെ നിൽക്കുന്നവനെ. ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ചുകൊണ്ട് തുമ്പി തിരിഞ്ഞു നടന്നു. അവൾ പിണങ്ങിയെന്ന് മനസ്സിലായതും ഓടിച്ചെന്നവൻ പെണ്ണിൻ്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു. സോറി പതിയെ ചുണ്ടാനക്കി പറയുന്നവൻ അവളും ചിരിച്ചു പോയി. എന്തിനാ വിളിച്ചേ? തുമ്പിയാണ്. നീ എന്തിനാ വന്നേ? അവൻ്റെ ചോദ്യം. നീ വിളിച്ചിട്ടാ ഞാൻ വന്നേ. തുമ്പി ചുണ്ടു കൂർപ്പിച്ചു. ഓ അല്ലാതെ ഞാൻ സിഗരറ്റ് എടുത്തിട്ടും അല്ല, കൂറുമ്പോടെ പറയുന്നവൻ. രണ്ടും നടന്ന് ബിൽഡിങ്ങിൻ്റെ അങ്ങേയറ്റം എത്തിയിരുന്നു. അവിടെ ഇട്ടിരുന്ന ബെഞ്ചിലായി തുമ്പി ചെന്നിരുന്നതും ശിവയും ഒരു ചീരയുടെ അവളുടെ അരികിലിരുന്നു. തോളിൽ തല വച്ച് കിടന്നു. ഒരു ചീരയുടെ തുമ്പി അവൻ്റെ കയ്യിൽ കൈകോർത്ത് പിടിച്ചു. ദർശ, എങ്ങനെയാ പഠിക്കുക? നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാടി. എനിക്ക് ഇങ്ങനെ നീ ഇല്ലാതിരിക്കാൻ പറ്റില്ല, എപ്പോഴും കൂടെ വേണം. മിഴികൾ അടച്ചുകൊണ്ട് പറയുന്നവൻ. പ്രണയം എന്നാൽ ഇത്രയും ഭ്രാന്താണോ എന്ന ചിന്തയായിരുന്നു അവളിൽ. ഒരാളെ മറ്റൊരാളിലേക്ക് ഇത്രമേൽ ചേർത്ത് വയ്ക്കുന്നത് പോലെ, കാണാതെ മിണ്ടാതെ ഒരു നിമിഷം പോലും വയ്യെന്ന് തോന്നും വിധത്തിൽ, ഇരു ശരീരത്തിനുള്ളിൽ അകപ്പെട്ടു പോയ ഒരാത്മാവ് പോലെ. തുമ്പിയുടെ കൈകൾ ഒന്നുകൂടി അവനിൽ മുറുകി. അപ്പോൾ നമുക്ക് ജോലിയൊക്കെ വേണ്ടേ? ഈ തവണ ശിവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തിരിഞ്ഞു. എന്തിനാ തുമ്പി? അതേ ചിരിയോടെയാണ് അവൻ്റെ ചോദ്യം. നമുക്ക് ജീവിക്കാൻ. ഏയ് നമുക്ക് ജോലിയൊന്നും വേണ്ട. നിന്റെ ജോലി എൻ്റെ കൂടെ ഉണ്ടാവുക എന്നതാണ്. എന്നെ കെട്ടിപ്പിടിച്ച് കൊഞ്ചിച്ച് ഉമ്മ വെച്ച് അങ്ങനെ എപ്പോഴും നിന്നോട് ചേർന്ന്. അപ്പോൾ ജീവിക്കാൻ പൈസയോ? തുമ്പിക്ക് കാര്യഗൗരവം. എൻ്റെ തുമ്പിപ്പെണ്ണിനെ രാജകുമാരിയെപ്പോലെ 10 ജന്മം നോക്കാനുള്ളത് നിന്റെ ദർശൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറുമ്പോടെ അവൻ പറയുമ്പോൾ വീഴ്ച നോക്കുന്നുണ്ട് പെണ്ണ്. ഇങ്ങനെ നോക്കല്ലേ ഭാര്യയെ. നീ ആരാ ദർശ? അവൾ പോലും അറിയാതെയായിരുന്നു ആ ചോദ്യം. ആമേട്ടവൾ. ശിവ പതിയെ പറഞ്ഞു. അടുത്ത നിമിഷം തുമ്പി ഉറക്കെ ചിരിച്ചുപോയി. അവനൊരു സംശയത്തോടെ മുഖം തിരിച്ച് അവളെ നോക്കി. ചിരിച്ച് കണ്ണൊക്കെ നിറഞ്ഞു മുഖം ചുവന്നു. അവൻ നോക്കുന്നത് കണ്ടതും തുമ്പി ചിരി കടിച്ചു പിടിച്ചു. അച്ചോടാ, എൻ്റെ കുഞ്ഞു കലിപ്പൻ ചെക്കനാണോ ഡെവിൾ? അവൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൾ ചോദിച്ചതും ഒന്നും പറയാതെ ഇമച്ചിമ്മാതെ അവളെ നോക്കി നിന്നും. എന്തു പറയും താൻ? നീ ഊഹിക്കുന്നതിനും അപ്പുറമാണ് ഞാനെന്നോ? നീ കാണുന്ന ദർശനല്ല ശിവയെന്നോ? നീ കാണാത്ത മറ്റൊരു ലോകത്തെ ഡെവിൾ ഡോൺ ആണ് ഞാനെന്നോ? ക്രൂരത മാത്രം നിറഞ്ഞ ഒരു മുഖം എനിക്കുണ്ടെന്ന് പറഞ്ഞ നീ എങ്ങനെ പ്രതികരിക്കും തുമ്പി? വലിയൊരു ചോദ്യമായിരുന്നു അവനിൽ ആ നിമിഷമൊക്കെയും. നീ എന്നെ ഒരിക്കലും ഭയത്തോടെ നോക്കരുത് വേദ. എല്ലാവരും ഭയത്തോടെ നോക്കുന്ന ശിവയെ വേദ പ്രണയത്തോടെ മാത്രം നോക്കണം എന്ന വാശി. അവസാനം എന്താകും എന്ന് വേദയ്ക്ക് മാത്രം അറിയുന്ന ഉത്തരങ്ങളാണെല്ലാം. വേദ, നിനക്ക് എന്നെ എത്ര ഇഷ്ടമുണ്ട്? ഇതെന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം? പറയടി, എത്ര ഇഷ്ടമുണ്ട്? അവളുടെ നെഞ്ചിലേക്ക് പതിയെ ചാഞ്ഞിരുന്നവൻ. വേദ, ഈ ഭൂമിയിൽ ഈ നിമിഷം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ്. മുഖം കുനിച്ച് ആ നിറകിൽ ചുണ്ട് ചേർത്തവൾ. എന്നെങ്കിലും എന്നെ വിട്ടു പോവാൻ നിനക്ക് തോന്നിയാൽ അപ്പോൾ നീ എന്നെ പോവാൻ സമ്മതിക്കരുത്. കൂറുമ്പോടെ ചിരിക്കുന്നവളെ കൂർപ്പിച്ച് നോക്കി എഴുന്നേറ്റ് മുന്നോട്ട് നടന്നവൻ. പെണ്ണെന്ന് ഞെട്ടി. പിണങ്ങിപ്പോയതാണ് കക്ഷി. ഒരു ചിരിയോടെ എഴുന്നേറ്റ് അവന് പുറകെ പാഞ്ഞവൾ. ദർശ, നിക്ക്. ക്ലാസ് ടൈം ആയതുകൊണ്ട് വേറെ ആരും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. തുമ്പി പുറകെ വരുന്നത് അറിഞ്ഞിട്ടും അവൻ തിരിഞ്ഞു നോക്കിയില്ല. ദേഷ്യമോ വാശിയോ സങ്കടമോ എന്തൊക്കെയോ. ദർശ, ഓടി വന്ന് തുമ്പി മുന്നിൽ നിന്ന് മുറുകെ പുണർന്നതും ഒന്ന് നിന്നവൻ അവളെ കൈ ഉയർത്തി ചേർത്ത് പിടിക്കാൻ പോലും ശ്രമിക്കാതെ വാശിയോടെ തന്നെ. സോറി, പിണങ്ങല്ലേ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നിന്റെ വേദ നിന്നെ വിട്ടെങ്ങും പോവില്ല. എൻ്റെ അവസാന ശ്വാസം പോലും നിന്നിലായിരിക്കും. പറഞ്ഞവസാനിപ്പിക്കുന്ന മുൻപേ അവളെ കവളിൽ കൊത്തിപ്പിടിച്ചുകൊണ്ട് ചുണ്ടുകളെ ഭ്രാന്തമായി കടിച്ചു നുണഞ്ഞവൻ. തുമ്പിയൊരു ഏങ്ങലോടെ അവനെ മുറുക്കെ പിടിച്ചു. തീവ്രമായ ചുംബനം, വാശിയോടെ അവളെ നോവിച്ചുകൊണ്ടുള്ള പ്രണയം. വേദനിച്ചിട്ടും കണ്ണം നിറഞ്ഞിട്ടും കരുതലോടെ അവനെ പൊതിഞ്ഞു പിടിച്ചതേയുള്ള തുമ്പി. അവൻ നൽകുന്ന വേദനയും സഹിക്കാൻ, ആ നോവിനെയും പ്രണയിക്കാൻ അവൾക്ക് മാത്രമേ കഴിയൂ. തീർത്തും മറ്റൊരാളെ പോലെയായിരുന്നു ദർശ്. ഒട്ടൊരു നേരത്തിന് ശേഷം കീതപ്പോടെ അകന്നു മാറിയവൻ അവളെ പൊതിഞ്ഞു പിടിച്ച് ചുമരിലൂടെ ഓർന്നിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു. കരയല്ലേ? കൈകൊണ്ട് അവൻ്റെ കണ്ണുനീരിനെ തുടച്ചു മാറ്റിയവൾ. ഇമച്ചിമ്മാതെ അവളെ നോക്കിയതേയുള്ളൂ ശിവ. സ്വയം വേദനിപ്പിച്ചിട്ടും താൻ നോവാതിരിക്കാൻ ആഗ്രഹിക്കുന്നവൾ. ആദ്യമായാണ് ദർശന ജീവിതത്തിൽ അങ്ങനെ ഒരാൾ. നിന്നെ ഞാൻ നോവിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാ വേദ ഞാൻ ഒന്നും വേണ്ടെന്ന് വെച്ച് പോയത്. എനിക്കറിയാം എന്നിലെ ഭ്രാന്തിൻ്റെ അളവ്.
ചിലപ്പോഴൊക്കെ ചെറിയൊരു കാര്യത്തിന് പോലും സഹിക്കാനാവാത്ത ദേഷ്യം നിറയ്ക്കും. അത് തീർന്നില്ലെങ്കിൽ തല വേദനിച്ച് പൊട്ടുന്നത് പോലെ ഒക്കെയും. എൻ്റെ ഭ്രാന്ത് ഒരിക്കലും അതിനിൽ നിന്നും പൂർണ്ണമായും പറിച്ചു കളയാൻ ആർക്കും ആവില്ലെന്ന് സ്വയം അറിയുന്ന നിമിഷം. എന്നിട്ടും നീ എന്നെ മാത്രം നോവിച്ചാൽ മതി ദർശ. ശ്വാസം പോലെ നേർന്നു പോയുള്ള വാക്കുകൾ പതിയവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ച് തുമ്പി. അവനൊന്നുകൂടി അവളെ ഇറക്കെ പുണർന്നു. മനസ്സും ശരീരവും ഒരുപോലെ ചേർത്ത് വെക്കാൻ തോന്നിപ്പോകുന്ന അനുഭൂതി. വേദ പ്രണയിച്ചു തുടങ്ങിയത് നിന്നെയാ ശിവദർശനെ. ആയുഷ് വർമ്മയോടുണ്ടായിരുന്നത് സ്നേഹമായിരുന്നു, കൗതുകമായിരുന്നു. പക്ഷേ ശിവദർശ് ആ പേര് പോലും എന്നിൽ നിറയ്ക്കുന്ന ഫീൽ പറഞ്ഞു തരാൻ ആവില്ല എനിക്ക് ചുറ്റുമുള്ള ഒന്നിനെയും കാണാനാവാത്ത അവസ്ഥ. എൻ്റെ മുന്നിൽ നീയേയുള്ളൂ, നീ മാത്രം. നിന്നിലെ എല്ലാം എനിക്കുള്ളതാണ്. പ്രണയവും ഭ്രാന്തും മോഹവും വാശിയും ദേഷ്യവും എല്ലാം. നിന്നേക്കാൾ ഭ്രാന്ത് എനിക്കായതുപോലെ ഉണ്ടല്ലേ ദർശ? കണ്ണു നിറച്ച് പുഞ്ചിരിച്ചു കൊണ്ടവൾ ചോദിക്കുമ്പോൾ ഈശ്വരനു പോലും അവനിൽ നിന്നും പറിച്ചു മാറ്റാൻ ആവാത്ത വിധത്തിൽ അവൾ ആഴ്ന്നിറങ്ങിയിരുന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കുഞ്ഞിലെ പറഞ്ഞു കേട്ട കഥകളിലെ മാലാഖയെ പോലെയാണ് അവളെന്ന് തോന്നി. തൻ്റെ വേദനയും ദേഷ്യവും സങ്കടവും എല്ലാം മന്ത്രം ചൊല്ലി മായ്ച്ചു കളയുന്ന കുഞ്ഞു മാലാഖ. നീ ഇങ്ങനെ ചിരിക്കുന്നത് കാണാൻ എന്ത് രസാന്നറിയോ? കവളിലെ കുഞ്ഞു ഗർത്തത്തിൽ പതിയെ കുത്തിക്കൊണ്ടാണ് തുമ്പിയുടെ പറച്ചിൽ. നിനക്കും ഉണ്ട്, ഒന്നല്ല രണ്ടെണ്ണം. അവളുടെ ചിരിയിലേക്ക് മിഴികൾ പായിച്ചവനും. അതേ, അടുത്തവരെങ്കിലും എനിക്ക് ക്ലാസ്സിൽ കയറണം. തുമ്പി പറഞ്ഞതും ചെക്കൻ്റെ മുഖം വീണ്ടും വാടി. അവൾക്ക് അത്രമേൽ സ്നേഹം തോന്നിപ്പോയി. ഓരോ നിമിഷവും എല്ലാവരുടെയും ചെല്ലക്കുട്ടിയായി വളർന്നവളിൽ അവളുടെ ദർശനു വേണ്ടി വാത്സല്യം നിറയുന്നതറിഞ്ഞു. എൻ്റെ പൊന്നല്ലേ, നമുക്ക് ഉച്ചയ്ക്ക് കാണാം. 3 വരെയുള്ള ക്ലാസ്, അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ ലോകമല്ലേ. തന്നെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നവൾ ആദ്യമായി തന്നിൽ പുതുഭാവങ്ങൾ തീർക്കുന്നത് പോലെ. അമ്മ, ആ വികാരം പോലും അവനിൽ നിറയ്ക്കുന്നത് അവളായിരുന്നു. നിറയുന്ന കണ്ണുകൾ അവളിൽ നിന്നും ഒളിപ്പിക്കാൻ ശ്രമിച്ച് വീണ്ടും തോറ്റുപോയി ദർശൻ. ദർശ പതിയവൾ വിളിച്ചതും തുമ്പിയെ ഇറക്കെ പുണർന്നവൻ. യു ആർ മൈ എവറിത്തിങ് വേദ, എൻ്റെ എല്ലാം. തുമ്പിയുടെ കണ്ണും നിറഞ്ഞു. അതേ, നീ ഇങ്ങനെ പിടിച്ചാൽ പൊടിഞ്ഞു പോകും ഞാൻ, കൂറുമ്പോടെ പറഞ്ഞ് ചിരിച്ചവൾ. പൊടിഞ്ഞു പോവില്ല, പകരം. പെണ്ണിൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കിയവൻ. പകരം എന്നിൽ അലിഞ്ഞു ചേരും നീ. പൂർണ്ണമായും നിന്റെ ഉടലും ഉയരും എന്നോട് ചേരും. എൻ്റെ മാത്രം വേദയായി. ശ്വാസമൊന്ന് നിലച്ചു പോയതുപോലെ നിന്നുപോയവൾ. അവൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ തുളച്ചു കയറുന്നത് പോലെയുള്ള നോട്ടം, അതിൽ കത്തി നിൽക്കുന്ന പ്രണയം. കൈ ഉയർത്തി അവൻ്റെ കണ്ണുകളെ പൊത്തിപ്പിടിച്ച് തുമ്പി. ആ നിമിഷം അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞുപോയി. കുറച്ചു നേരം കൂടി അവളുടെ ചൂടും പറ്റിയിരുന്നിട്ടാണ് തുമ്പി അവൻ ക്ലാസ്സിലേക്ക് കൊണ്ടുവിട്ടത്. അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പലർക്കും ചോദിക്കണമെന്നുണ്ടെങ്കിലും രണ്ടുപേരെയും കുറിച്ച് പേടിയുള്ളത് കൊണ്ട് മാത്രം വേണ്ടെന്ന് വെച്ചതാണ്. കാര്യം അറിയുന്ന 3 ഇടയ്ക്കിടയ്ക്ക് പെണ്ണിനെ ആക്കുന്നുമുണ്ട്. രാത്രിയായതും അന്നെടുത്ത പോർഷൻസ് എല്ലാം വായിച്ചു നോക്കുന്ന തിരക്കിലാണ് തുമ്പി. അടുത്തിരിക്കുന്നവനും പഠിക്കുന്നു എന്ന വ്യാജേന അവൾ നോക്കിയിരിക്കുന്നുണ്ട്. വെറുതെ അവളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസം. തുമ്പി പക്ഷെ കാര്യമായ പഠിത്തമായതും അവന് ദേഷ്യം വന്നു. മുഖം വീർപ്പിച്ചുകൊണ്ട് ബുക്കും വലിച്ചെറിഞ്ഞ് ബാൽക്കണിയിലേക്ക് പോയതും തുമ്പി തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. എങ്കിലും അവൾക്കതൊക്കെ ഇഷ്ടമാണ്. അവളോട് കാണിക്കുന്ന ദേഷ്യം, പരിഭവം, സ്വാർത്ഥത, അങ്ങനെയെല്ലാം തുമ്പിക്ക് പ്രിയപ്പെട്ടതാണ്. എൻ്റെ കുഞ്ഞൻ പിണങ്ങി വന്നതാണോ? അവന് പുറകെ ചെന്ന് ചെക്കനെ കൊഞ്ചിച്ചുകൊണ്ടാണ് ചോദിച്ചതും. അവിടെ മുഖമൊന്ന് തെളിഞ്ഞു. ഇന്നോളം ആരോടും കാണിക്കാത്ത പരാതിയും പരിഭവമാണ് അവളോട്. ഒരിക്കലും തനിച്ചാക്കി പോവില്ല എന്നുള്ള ഉറപ്പ്. ഒരാളോട് മാത്രം തോന്നുന്ന ചില വികാരങ്ങൾ. തുമ്പി ഒരു ചിരിയുടെ അവനിരിക്കുന്ന സ്വിങ്ങിലേക്ക് അടുത്തായിരുന്നതും തുമ്പിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നവൻ അവളൊരു ചിരിയുടെ വാത്സല്യത്തോടെ മുടിയിൽ തഴുകിക്കൊടുത്തു. ഒന്നും സംസാരിച്ചില്ല ഇരുവരും. വെറുതെ ഇങ്ങനെ ഇരിക്കാനും ഒരു മോഹം. തൻ്റെ തലോടിൽ പതിയെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു വരുന്നതും അതൊരു സുഖമുള്ള മയക്കമാവുന്നതും അത്രമേൽ പ്രണയത്തോടെ നോക്കിയിരുന്നവൾ. മഹി. വസുമയുടെ വിളിക്കെടുത്ത് മഹിബ ഫയലിൽ നിന്നും മുഖമുയർത്തി നോക്കി. നമുക്ക് മോളെ ഒന്ന് കാണണ്ടേ? വേണം. ഒറ്റയ്ക്കായി പോയിന്ന് തോന്നുന്നുണ്ടാവും അവൾക്ക്. ദേഷ്യമുണ്ടോ അവളോട്? എൻ്റെ മോള് തെറ്റ് ചെയ്യില്ല വസു. നമ്മുടെ പാറുവിൻ്റെ മോനാണെന്ന് അറിഞ്ഞ നിമിഷം അവനിന്ന് നോക്കാതെ ചേർത്ത് പിടിച്ചില്ലേ. ഒരുപാട് നല്ല കുട്ടിയാണവൾ, നന്മയുള്ളവൾ. ശിവ, അവന് നമ്മളോട് ദേഷ്യമാകും. ആയിരിക്കാം. നമ്മളും അച്ഛനൊപ്പം കൂട്ടുനിന്നു എന്ന് വിചാരിക്കുന്നുണ്ടാകും. ഒരുപാട് അന്വേഷിച്ചതല്ലേ മഹി? എന്നിട്ടും കണ്ടെത്താനാവാഞ്ഞിട്ടല്ലേ? ഏട്ടന്മാർ എന്തു പറഞ്ഞു? വല്യേട്ടനും ഏട്ടത്തിയും തുമ്പിയെ കാണാൻ പോകുന്നുണ്ട്. ഏട്ടത്തി വിളിച്ച് കുറേ സങ്കടം പറഞ്ഞു. തുമ്പി വിളിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല എന്നൊക്കെ. പേടിച്ചു പോയി കാണും അവൾ. കൂടെ ഉണ്ടാകുമെന്ന് കരുതി ഓടിച്ചെന്നെടുത്തത് നിന്നും അവൾ പ്രതീക്ഷിക്കാതെയുള്ള തിരിച്ചടിയല്ലേ ഉണ്ടായത്. നമ്മളും എതിർക്കുമെന്ന് കരുതി കാണും. മഹിയപ്പയുടെ മറുപടിയിൽ വാസോമ്മയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു.
അച്ഛൻ എന്ന നിലയിൽ ബഹുമാനമാണ് ആ മനുഷ്യനോട് തോന്നിയത്. പാറു പാറു എന്തെങ്കിലും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞിട്ടില്ല വസു. അവൾ പ്രോഗ്രാമിലല്ലേ, അത് കഴിഞ്ഞ് വരട്ടെ എന്നിട്ട് പറയാം എന്നാ സേതു പറഞ്ഞത്. അതാ ശരിയെന്ന് തോന്നി. ഇതുപോലൊരു കാര്യം അവിടെ അവൾ തനിച്ചാരും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലുമില്ലാതെ. അനിയത്തി ഓർത്ത് മഹിയപ്പെടെ നെഞ്ചൊന്ന് പിടഞ്ഞു. എന്തൊക്കെ അനുഭവിച്ച് തീർത്ത ജന്മമാണ്. തങ്ങൾ 3 സഹോദരങ്ങൾ ഉണ്ടായിട്ട് പോലും അവളെ സംരക്ഷിക്കാനായില്ല. ഒടുക്കൻ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയെന്ന് ആശ്വസിക്കുമ്പോൾ കുഞ്ഞിനെയും നഷ്ടമായെന്ന തിരിച്ചറിവിൽ വീണ്ടും ഒരു ഭ്രാന്തിയായി. കുഞ്ഞിനെയും എന്തിനുപേക്ഷിച്ചു എന്ന ചോദ്യത്തിന് അച്ഛൻ തന്ന മറുപടി, മകളുടെ ജീവിതം നശിപ്പിച്ച് ഇത്രയിരുത്ത ആ കുഞ്ഞല്ല നിങ്ങളാണെന്ന് പറഞ്ഞ് പാറുവിനെയും കൊണ്ട് പടിയിറങ്ങിയതാണ്. ഇല്ലിക്കിൽ നിന്നും തങ്ങൾ 6 പേരും പിന്നെ അമ്മയുടെ അവസ്ഥ ഓർത്ത് മാത്രമാണ് വീണ്ടും തിരിച്ചു ചെന്നത്. ഇതൊന്നും മകൾക്കറിവില്ല. അറിയാനുള്ള പ്രായം അവർക്കായില്ലായിരുന്നു. എങ്കിലും കുറച്ചെങ്കിലും ഓർമ്മയുള്ളത് ദേവിനാകും. ഓരോന്നോർത്തുകൊണ്ട് മഹിബ കണ്ണുകളടച്ച് കിടന്നു.